ചില വ്യക്തികളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് സാധാരണ വിശ്വാസമല്ല, ഒരസാധാരണ വിശ്വാസം. സാധാരണ വിശ്വാസത്തിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്നും പ്രാവർത്തികമാകുകയില്ല. അവനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന അല്പം കൂടെ സ്റ്റാൻഡേർഡുള്ള വിശ്വാസം, ആഴമേറിയ വിശ്വാസം. ആ ആഴമേറിയ വിശ്വാസത്തിൻ്റെ പേരാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം നിറഞ്ഞ ഒരു പ്രഭാതയാമം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് വീണ്ടും തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കാവലും സൂക്ഷിപ്പും അവൻ്റെ മഹാദയും ദീർഘക്ഷമയും നമ്മെ ഓരോ ദിവസവും പുതിയ കൃപകൾ പ്രാപിപ്പാൻ നമുക്ക് സാധ്യമാക്കി തീർക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദത്തിൽ ജീവൻ തുടിക്കുന്ന ഒരനുഭവമുണ്ട് എന്ന് അബ്രഹാമിന് മനസ്സിലായി. മനുഷ്യരുടെ ശബ്ദം പോലല്ല ദൈവത്തിൻ്റെ ശബ്ദത്തിന് പ്രത്യേകത. ഏത് മരിച്ചവരെയും ഏത് മൃത്യതകളെയും ഉയർപ്പിക്കുവാൻ ശക്തിയുള്ളൊരു വിശ്വാസം, പാറകളെ പിളർക്കുന്ന ശക്തി ആ ശബ്ദത്തിലുണ്ട് എന്ന് തനിക്ക് മനസ്സിലായി. പാറകളിൽ നിന്ന് പോലും സന്തതിയെ ജനിപ്പിക്കുന്ന ശക്തി ആ വാക്കുകളിൽ ആ ശബ്ദത്തിൽ ഒതുങ്ങി നിൽക്കുന്നുവെന്ന് അബ്രഹാമിന് ഒരു വലിയ കാഴ്ചപ്പാടുണ്ടായി. അങ്ങനെ കാഴ്ചപ്പാടുണ്ടായപ്പോൾ സാധാരണ വിശ്വാസം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ പ്രതിഫലനങ്ങളില്ലാതെ വന്നു. ദൈവം ഇച്ചിരൂടെ ഗ്രേഡ് കൂടിയ വിശ്വാസം തന്നിൽ നിന്ന് പ്രതീക്ഷിച്ചു. അതിനെയാണ് പൗലോസ് പറഞ്ഞത്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ധ്യാനത്തിനായി നൽകിയിട്ടുള്ള വേദഭാഗം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. നമുക്കെല്ലാം അറിയുന്ന ഒരു സംഭവം. ഒരു പ്രമാണിയായ മനുഷ്യൻ, അദ്ദേഹം യേശുവിനെ കുറിച്ച് കേട്ടു. യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് താൻ വളരെയധികം പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ പുറകെ ഒരു ശിഷ്യനായി പോയില്ല, എങ്ങും പ്രസംഗിച്ചും കൊണ്ട് നടന്നില്ല. എന്നാൽ ഈ പ്രമാണി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു മഹാശക്തി, ഒരു ശക്തിയുടെ വ്യാപാരം, ഒരു ജീവൻ്റെ തുടിപ്പ് താൻ കേട്ട, അറിഞ്ഞ, മനസ്സിലാക്കിയ യേശുവിൽ ഉണ്ടെന്ന് ഗ്രഹിക്കുകയുണ്ടായി. ഈ പ്രമാണിയായ മനുഷ്യൻ ഗ്രഹിച്ചതായ ആ സത്യത്തിന് ഒരു പരീക്ഷയുണ്ടായി. ഒരു സാധാരണ പരീക്ഷയല്ല, ഒരു വലിയ ഹൃദയം തകർക്കുന്ന പരീക്ഷ. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിന് അനുസാരമായിട്ടുള്ള പരീക്ഷയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നിന്റെ വിശ്വാസം എത്ര ഘനമാണോ നിനക്ക് നേരിടുന്ന പരീക്ഷകളും ഘനമുള്ളതായിരിക്കും. പ്രമാണിക്കുണ്ടായ പരീക്ഷ, തൻ്റെ മകൾ മരിച്ചുപോയി. അതിൽ വലിയ പരീക്ഷ എന്താ ഉണ്ടാകേണ്ടത്? പക്ഷെങ്കിൽ അദ്ദേഹം തകർന്നില്ല, തളർന്നില്ല. അതിനങ്ങേപ്പുറത്ത് അതൊരവസാന വാക്കല്ല. എൻ്റെ മകൾ മരിച്ചുപോയി, സത്യം തന്നെ. പക്ഷെങ്കിൽ അതെൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളെ എല്ലാം മങ്ങുമാറാക്കുന്നതല്ല. അതിനങ്ങേപ്പുറത്ത് ചില പ്രവൃത്തി ചെയ്യുവാൻ തക്ക ഒരു ജീവൻ്റെ തുടിപ്പ് ഞാൻ പാർക്കുന്ന ഈ ദേശത്തുണ്ട് എന്ന് ആ പ്രമാണി മനസ്സിലാക്കി. യേശുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. യേശുവിനോട് പറയുന്ന വാക്കാണ് 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ഗുരു, എൻ്റെ മകൾ ഇപ്പോൾ തന്നെ മരിച്ചുപോയി. അതൊരു ഷുവറാണ്. ഒരപ്പൻ പറയുന്നതാണ് മകളെക്കുറിച്ച് പറയുന്നത്. മരിച്ചു, ഉറപ്പാക്കിയ മരണം. എന്നാൽ അതിനങ്ങേപ്പുറത്ത് താൻ ഒരു ജീവൻ കണ്ടു. തൻ്റെ മകൾ വിശ്വാസത്താൽ ഉണർന്നെഴുന്നേൽക്കുന്നതായ, ചലിക്കുന്ന ആ കൈകാലുകളെ, സംസാരിക്കുന്ന നാവിനെ, കാണുന്ന കണ്ണിനെ ആ ഗുരുവിനെ ദർശിക്കുവാൻ വിശ്വാസത്താൽ സാധിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഗുരുവിനോട് പറയുകയാണ്, എൻ്റെ മകൾ മരിച്ചു, അത് ഇപ്പോൾ സംഭവിച്ചതാണ്. എങ്കിലും അതൊരു അവസാന കാര്യമല്ല. നീ എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് എൻ്റെ മകളുടെ മേൽ കൈവയ്ക്കുമ്പോൾ എൻ്റെ മകൾ ചാടി എഴുന്നേൽക്കും, അവൾ ജീവിക്കും. ഇത് യേശു പറഞ്ഞ വാക്കല്ല.
യേശുവിൽ വിശ്വസിച്ച പ്രമാണിയുടെ വാക്കാണ്. വിശ്വാസത്തിൻ്റെ വാക്ക്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാൻ ഇടയാക്കിയതായ ചില വാക്കുകൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തൻ്റെ വിശ്വാസം കഠിന വിശ്വാസമായിരുന്നു. കർത്താവ് അവൻ്റെ ഭവനത്തിൽ ചെന്നു. ആ പ്രമാണിയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ കുഴലൂത്തുകാർ, പാട്ടുകാർ, വാദ്യക്കാർ, വിലപിക്കുന്നവർ, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വിലാപം, സംഗീതം. യേശു ആദ്യം ചെയ്തത് വിലപിക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും ഒക്കെ പുറത്താക്കി. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു ഭവനത്തിൽ നടക്കണമെങ്കിൽ ആ ഭവനത്തിൽ നിന്ന് ആദ്യം പരിഹാസികൾ പുറത്താകണം. ആ വിലപിക്കുന്നവരും പാടുന്നവരുമൊക്കെ അവർ അനേകം മരണവീടുകളിൽ പോയി പാടിയിട്ടുണ്ട്, കുഴലൂതിയിട്ടുണ്ട്, വിലാപഗീതം ചാർത്തിയിട്ടുണ്ട്. അവിടെയൊന്നും നടക്കാത്ത അത്ഭുതമാണോ ഇവിടെ നടക്കാൻ പോകുന്നത് എന്നവർ ചോദ്യം ചെയ്യുകയുണ്ടായി. എന്നാൽ കടന്നു വന്നിരിക്കുന്ന വ്യക്തി ആരെന്ന് ആ മരിച്ച പെൺകുട്ടിയുടെ പിതാവിന് വളരെ നിശ്ചയമുണ്ടായിരുന്നു. അദ്ദേഹം ആ പരിഹാസികളെ എല്ലാവരെയും പുറത്താക്കി. ഭവനം ശാന്തമായി. യേശു ചെന്ന് ആ പൈതൽ കിടന്ന ഇടത്ത് ചെന്നിട്ട് അവളുടെ കൈക്ക് പിടിച്ചു. ബാലി, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചവൻ്റെ വിശ്വാസം അത് യാഥാർത്ഥ്യമായി ദൈവം അതിനെ അംഗീകരിച്ചതായ നിമിഷം ആ പൈതൽ ജീവനുള്ളവളായി പുറത്തു വന്നു. പരിഹസിച്ചവർ, അപമാനിച്ചവർ ലജ്ജിച്ചുപോയി. അവരുടെ മുൻപിൽ അവളെ നിർത്തുമാറാക്കി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഒരു വലിയ ഗുണപാഠമുണ്ട്, ആലോചനയുണ്ട്. എന്താണെന്ന് അറിയാമോ? നാം ഏത് തരത്തിലുള്ള വിശ്വാസമാണോ നമ്മുടെ ഹൃദയത്തിലുള്ളതെന്ന് വെച്ചാൽ ആ വിശ്വാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ആ പരീക്ഷ നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാനല്ല, ഒന്നുകൂടെ ഉറപ്പാക്കുവാൻ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നൊക്കെ ഒരു ഒഴുക്കിനൊക്കെ നമുക്ക് പറയാൻ കഴിയും. വിശ്വാസം നമുക്ക് മാത്രമല്ല, പിശാചുക്കൾക്കും വിശ്വാസമുണ്ട്. ദൈവമുണ്ടെന്ന് പിശാചുക്കൾ വിശ്വസിക്കുന്നു. യാക്കോബ് അപ്പോസ്തലൻ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ? അയ്യോ കഷ്ടം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കാരണം അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കണ്ടവരാണ്. അവർക്കറിയാം ദൈവമെന്നുള്ളതൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന്. അവർ ദൈവത്തെ കാണുമ്പോൾ വിറയ്ക്കുക പോലും ചെയ്യുന്നു. എന്നാൽ ദൈവത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നമുക്ക് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുവാൻ ഒരുപാട് കടമ്പകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ദൈവത്തിന് അറിയാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നിടം വരെയും നമ്മുടെ ജീവിതത്തിൽ ഒരു ആഴമേറിയ വിശ്വാസത്തിന് വേരൂന്നുവാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് ദൈവത്തിന് അറിയാം. എന്നാൽ അബ്രഹാമിനെ പോലുള്ളതായ ഒരു കാഴ്ചപ്പാട് ദൈവശബ്ദത്തിൻ്റെ ആഴത്തെ, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളതായ ജീവൻ്റെ സമൃദ്ധിയെ, ആ ജീവൻ്റെ തുടിപ്പുകളെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നാം അറിയാതെ ആഴമേറിയ വിശ്വാസത്തിലേക്ക് അത് നമ്മെ എടുത്തുകൊണ്ടുപോകും. നമ്മെ ആ ആഴമേറിയ വിശ്വാസത്തിലേക്ക്, ആശയ്ക്ക് വിരോധമായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ആഴമേറിയ അനുഭവത്തിലേക്ക് ആ ഉൾക്കൊള്ളൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. നാം കണ്ടിട്ടില്ലാത്ത പല അത്ഭുതങ്ങളും നമ്മെ കാണുമാറാക്കും. ജീവിതത്തിൽ തകർന്നു പോകുന്ന അനേക അനുഭവങ്ങളുടെ മുഖത്ത് സന്തോഷത്തിലും ആ ആനന്ദത്തിലും ഒരു തിരിച്ചുവരവ് എങ്ങനെ സാധ്യമാണെന്ന് അത് നമ്മെ അഭ്യസിപ്പിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നതായ അടവുകൾ, ഇല്ലെങ്കിൽ ഇല്ലായ്മകൾ, ശൂന്യതകൾ അതൊരവസാന വാക്കല്ല എന്ന് ആദ്യം നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ഒരു അവസാന വാക്കല്ല, അതിനുമേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചലനമുണ്ടായെങ്കിൽ, ഇല്ലായ്മയിൽ നിന്ന് സകലതും ഉളവാക്കുന്ന ദൈവത്തിൻ്റെ ചലനം ആ വിഷയത്തിന്മേൽ പരിവർത്തികമാകുന്നുണ്ടെങ്കിൽ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന വിശ്വാസം. നാം വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആഴമേറിയ വിശ്വാസമാണ്. സാധാരണ വിശ്വാസമല്ല, ആഴമേറിയ വിശ്വാസം.
ആ വിശ്വാസത്തിന്മേലുള്ള പരീക്ഷയിൽ നിലനിൽക്കുന്ന ഒരു അനുഭവം. ആ പ്രമാണിയായ മനുഷ്യനെ തൻ്റെ ഭവനത്തിലുള്ളവരെല്ലാവരും ഒരുപക്ഷെങ്കിൽ കുറ്റം പറഞ്ഞു കാണും. മരിച്ചു കിടക്കുന്ന ഒരു മകളുടെ ആ അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ വീടിൻ്റെ പരിസരത്തു നിന്നും ഉത്തരവാദിത്വമില്ലാത്തവനെ പോലെ യേശുവിനെ തേടി ഓടുന്നതായ ഒരു പിതാവ് ആ നാട്ടിലൊക്കെ ഒരുപക്ഷെങ്കിൽ സംസാര വിഷയമായേക്കും. പക്ഷെങ്കിൽ പോയതുപോലെയല്ല, താൻ തിരിച്ചു വരുന്നത് ജീവൻ്റെ ഉടയവനെയും കൊണ്ടാണെന്നുള്ളത് ആ നിശ്ചയം ആ പ്രമാണിക്കുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുഴലൂത്തുകാർക്കും സംഗീതക്കാർക്കും ഒരുപക്ഷെങ്കിൽ ആ ദർശനമില്ലായിരുന്നു. അദ്ദേഹത്തിൽ ആ വിശ്വാസമുണ്ടായി, നിശ്ചയമുണ്ടായി. തീർച്ചയായിട്ടും ദൈവം ആ ഭവനത്തിൽ കടന്നു വരുമ്പോൾ, കർത്താവ് ആ ഭവനത്തിൽ കടന്നു വരുമ്പോൾ ആ ഭവനത്തിലെ സങ്കടങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും, കണ്ണുനീര് മാറും. ഒരു സന്തോഷത്തിൻ്റെ തുടിപ്പ് അവിടെ ആരംഭിക്കുവാൻ പോകുന്നുവെന്ന് താൻ ആഴമേറിയ വിശ്വാസം തൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പല സങ്കടങ്ങളുടെയും അവസാനമാണ് ആ സങ്കടമെന്ന് കണ്ട് നാം ഭാരപ്പെടരുത്. അതിനങ്ങേപ്പുറത്ത് കർത്താവ് അതിന്മേൽ ചലിക്കുമ്പോൾ, കർത്താവ് അതിന്മേൽ പ്രവർത്തിക്കുമ്പോൾ ആ വിഷയങ്ങളിലെല്ലാം നാം അറിയാത്തൊരു വ്യത്യാസമുണ്ടാകും. നാം അറിയാത്ത ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നതിനിടയായിത്തീരും. ഈ പ്രഭാതത്തിൽ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഉടമയായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മിൽ കൂടെ ദൈവം അതാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ വിശ്വാസം, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നുള്ള വാക്കല്ല. വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുവാൻ ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ. അനേക അസാധ്യതകളെ കണ്ട് അതൊരവസാനമായി കണ്ട് വ്യാകുലപ്പെടുന്ന ഹൃദയങ്ങൾ, ചഞ്ചലപ്പെടുന്ന ഹൃദയങ്ങൾ, കണ്ണുനീരൊഴുക്കുന്ന ഹൃദയങ്ങൾ ഈ പ്രമാണിയായ ആ മനുഷ്യൻ്റെ അനുഭവത്തിലേക്കൊന്ന് ഒത്തുനോക്കൂ. നിങ്ങൾ ആ വചനത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ മനുഷ്യനിൽ കടന്നു വന്ന വിശ്വാസം ഗുരുവിൻ്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ ഈ സങ്കടങ്ങളും ഈ കണ്ണുനീരും ഈ വിലാപങ്ങളുമൊക്കെയും ആനന്ദഗീതമായി മാറുമെന്ന് ഗുരു വരുന്നതിന് മുമ്പ് താൻ വിശ്വസിച്ചു. തൻ്റെ സങ്കടത്തിൽ തന്നെ താൻ ആ വിശ്വാസം ഉൾക്കൊണ്ടു. ആ സങ്കടം വന്നതിന് ശേഷമുള്ള വിശ്വാസത്തിൻ്റെ ആഴമല്ല. താൻ ആരോഗ്യവാനായിരുന്നപ്പോൾ, തൻ്റെ കുഞ്ഞും ആരോഗ്യവതിയായിരുന്നപ്പോൾ തന്നെ ഈ വിശ്വാസം തന്നിൽ അങ്കുരിച്ചതാണ്. അവിടെ നിന്ന് അതിൽ വളർച്ചയുണ്ടായി. ആ വളർച്ചയ്ക്കനുസരിച്ചുള്ളതായ ഒരു പരീക്ഷ തൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷെങ്കിൽ താൻ പതറിയില്ല. ഗുരുവിനെ കണ്ടു, ഗുരുവിനെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ഗുരു വന്നു. അതിനുശേഷം ഗുരു ആ പൈതലിനെ ജീവനുള്ളവളാക്കി ആ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നാം ഒരു പ്രാവശ്യം കൂടി ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഭാഗ്യം തോന്നല്ലോ. നമ്മുടെ ഇല്ലായ്മകളെയും നമ്മുടെ പരിതാപകരമായ അനേക അനുഭവങ്ങളെയും സങ്കടങ്ങളെയും അടഞ്ഞുകിടക്കുന്ന വാതിലുകളെയും അനേക തകർക്കപ്പെട്ട ജീവിതാനുഭവങ്ങളെയും കണ്ട് ഭാരപ്പെടരുത്. അതിനങ്ങേപ്പുറത്ത് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വളരുവാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മളിൽ രൂപം കൊള്ളുമ്പോൾ അതൊരത്ഭുതകരമായ പ്രവൃത്തി നമ്മളിൽ സാധ്യമാക്കി തരും. ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന് ഉടമകളായി ദൈവം നമ്മെ മാറ്റുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.